ഹലോ നമസ്കാരം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ വിന്നറായിട്ട് അനുമോളെ പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏത് വകയിലാണ് അവൾക്ക് ആ ഒരു ട്രോഫി കൊടുത്തതെന്ന് മനസ്സിലാവണില്ല. കാരണം ഇതുവരെ ചിത്രത്തിലില്ലാത്ത ഒരാൾ പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ വിന്നറാവുമ്പോൾ നമുക്ക് പോലും ഞെട്ടലാണ്. ശരിക്കും ഈ ഒരു ബിഗ് ബോസിൻ്റെ വിന്നർ ആവേണ്ടിയിരുന്നത് ഒന്നെങ്കിൽ അനീഷ് അല്ലെങ്കിൽ നൂറ. ഇവർ രണ്ട് പേരിൽ ഒരാൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് സ്പോട്ടിൽ വരേണ്ടതാണ്. പക്ഷേ ട്രോഫി കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ അനുമോളിൽ വലിയ കോമൺ ആയിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഈ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പല ഷോയിലും പിന്നെ ആങ്കറായിട്ടും അതേപോലെ തന്നെ പല പ്രോഗ്രാംസും TV പ്രോഗ്രാംസായിട്ടും മറ്റേതായിട്ടും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവും. അല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസിൽ അനുമോൾ വിന്നറാവേണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അനീഷനെ കേട്ടോ, ഒരു സംശയം വേണ്ട, അല്ലെങ്കിൽ നൂറ. പക്ഷേ വളരെ കരുതിക്കൂട്ടിയാണോ അതോ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും പുറത്തയക്കുക. എന്ത് രസം! എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതുവരെ നല്ല ടോപ്പ് പെർഫോമൻസിൽ നല്ല പോയിന്റ്സ് കിട്ടിയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ പെട്ടെന്നാണ്ട് ചിത്രത്തിൽ നിന്ന് തന്നെയാണ്ട് ഇല്ലാണ്ടാവാണ്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നൂറിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ മാറ്റി നിർത്താം. നൂറ പിന്നെ ആ ഒരു പിന്നെന്താ പറയുക, ആ ഒരു കമ്മ്യൂണിറ്റി പെട്ട ആളാണ്, നമ്മളെ പറയണില്ല. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഓരോ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഓരോ പെർഫോമൻസാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും നൂറ ഈ ഒരു ബിഗ് ബോസിൻ്റെ വിന്നർ ആവേണ്ടതാണ്. 101%. അല്ലെങ്കിൽ അനീഷ്, രണ്ടിലൊരാൾ ആർക്കെങ്കിലും കൊടുത്തു. പക്ഷെ നമുക്ക് അതേ അറിയായിരുന്നു ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്ന്. കാര്യങ്ങളുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ ഏകദേശമൊക്കെ ഉറപ്പായിരുന്നു. ആ ഒരു PR-ഉം പരസ്യപ്പെടുത്തലും ബാക്കിയുള്ള തള്ളി മറിക്കലൊക്കെ കണ്ടപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഈ ഒരു അനുമോൾ തന്നെ ഈ ഒരു ബിഗ് ബോസ് എടുക്കുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ. നമുക്കറിയാമല്ലോ കഴിഞ്ഞ സീസണിലൊക്കെ, ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒക്കെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലൊക്കെ ഒന്നും വിശ്വാസമില്ലാതെ ആയി പോവാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും. പക്ഷെ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇതിങ്ങനെ ഈ ഒരുമാതിരി സ്ക്രിപ്റ്റ് അടിച്ചിട്ട് പലരെ കൊണ്ടും PR ചെയ്യിപ്പിച്ചിട്ട് ആ ലാസ്റ്റ് അനുമോൾക്ക് തന്നെ എന്നാൽ ഫസ്റ്റ് തന്നെയാണ് കൊടുത്താൽ പോരെയെന്നോ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ശരിക്കും നമ്മളെ നൂറ അല്ലെങ്കിൽ അനീഷൊക്കെ എടുക്കേണ്ട ആ ഒരു ട്രോഫി അർഹതപ്പെട്ടതിൽ നിന്ന് തട്ടി മാറ്റിപ്പോയി. അത് നമ്മളൊന്ന് അറിയിക്കുകയാണ്. ഏതായാലും നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അത്ര പറയാനുള്ളൂ.